ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മണപ്പുറം സിവിൽ സർവീസ് അക്കാദമി. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഒരു തീമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നമ്മൾ ഒരുപാടധികം പൊളിറ്റിക്കൽ തിയറീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. വെസ്റ്റേൺ ആയിട്ടുള്ള തിയറീസ്, അതേപോലെ തന്നെ കുറേയധികം തിയറീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ തോട്ട്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ തോട്ടാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള, മൗര്യ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ വലിയൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായി ഹെൽപ്പ് ചെയ്ത ചാണക്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാണക്യൻ പറയുന്നത് ഒരു സ്ട്രോങ് സ്റ്റേറ്റ്, ഒരു സ്ട്രോങ് നേഷൻ എന്തൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സപ്താംഗ തിയറി എന്നാണ് പറയുന്നത്. ഒരു 7 പില്ലേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് പുള്ളി പറയുന്നത്. ഒരു രാജ്യം സ്ട്രോങ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന് വേണ്ട 7 എലമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് സ്വാമി എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് സ്ട്രോങ് റൂളർ ഇസ് നീഡഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അമാത്യ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അമാത്യ എന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ കഴിവുള്ള മന്ത്രിമാർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ചാണക്യന്റെ മൂന്നാമത്തെ സപ്താംഗങ്ങളിൽ, അത് മനുഷ്യ ശരീരത്തിൽ 7 അംഗങ്ങളാണ്, അത് കുറേ ഓർഗൻസ് ഉണ്ടല്ലോ, അതുപോലെ സ്റ്റേറ്റിന്റെ ഓർഗൻസ് ആണ് പുള്ളി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 എണ്ണം കഴിഞ്ഞു, സ്വാമി അതേപോലെ തന്നെ അമാത്യ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ജനപദ എന്നാണ്. ജനപദ മീൻസ് പീപ്പിൾ, ടെറിട്ടറി. അത് രണ്ടും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. പീപ്പിൾ ഇൻസൈഡ് എ ടെറിട്ടറി. ഓക്കെ, സോ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെയാണ് ജനപദ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, 4ാമത്തെ എന്ന് പറയുന്നത് ദുർഗ. ദാറ്റ് മീൻസ് ഫോർട്ട് ആണ്, അതായത് സെൽഫ് ഡിഫൻസ് മെക്കാനിസം വളരെ സ്ട്രോങ് ആയിരിക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത് പുള്ളി ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ദുർഗ ഫോർട്ടാണ്. ഓക്കെ, ദെൻ 5ാമത്തെ എന്ന് പറയുന്നത് മിത്രാസ് ആണ്. നമുക്ക് ഒരു രാജ്യമാകുമ്പോൾ എന്ത് ചെയ്യണം, കുറേ അധികം അലൈസ് എന്ത് ചെയ്യണം ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, സോ അലൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നെയ്ബറിംഗ് ആയിട്ടും അല്ലാതെയൊക്കെ അലൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദറ്റ് ഈസ് കോൾഡ് ആസ് മിത്ര. ആൻഡ് ദ 6th വൺ ഈസ് ട്രഷറി, ദറ്റ് ഈസ് കോശ. അപ്പോൾ സാമ്പത്തികമായിട്ട് അത്യുന്നതിയിലുള്ള ഒരു രാഷ്ട്രത്തിന് മാത്രമേ എന്നും നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ട് ഡിറൈലാവാത്ത രാഷ്ട്രം എപ്പോഴും നിലനിൽക്കും, സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. സോ കോശ, ദറ്റ് ഈസ് ട്രഷറി, ദാറ്റ് മീൻസ് ഹൈ വെൽത്തി ട്രഷറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കോശ. ആൻഡ് ദെൻ കോശ, ദറ്റ് ഈസ് ട്രഷറി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ്, സോ ദ 7th വൺ എന്ന് പറയുന്നത് ദണ്ഡ. ദാറ്റ് മീൻസ് ഒരു സ്ട്രോങ് പോലീസ്, ലോ ആൻഡ് ഓർഡർ, ജുഡീഷ്യൽ സിസ്റ്റംസ് ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ദണ്ഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർമിയാണ്. സോ അപ്പോൾ സ്ട്രോങ് ആർമി എന്ത് ചെയ്യണം, വേണം. ഓക്കെ, സോ അപ്പോൾ 7 കാര്യങ്ങളാണ്. ഓക്കെ, സോ അപ്പോൾ എന്താണ് അതെന്ത് ചെയ്യാം, നമ്മുടെ സപ്താംഗ ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ചാണക്യൻ പറയുന്നത്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം 3rd century BC ആണ്, അല്ലെങ്കിൽ ഒരു 4th century BC ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, സോ 326 BC എന്ത് ചെയ്യുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുന്നത് ഒരു മൗര്യൻ എംപയർ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് ഒരു സപ്താംഗ തിയറി പോലുള്ള ഒരു തിയറി എന്ത് ചെയ്യുന്നത് വരുന്നത്, ഒരു സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷനായിട്ട്. ഓക്കെ, താങ്ക് യു.